6 വർഷമായിട്ടും 1 രൂപ മാറ്റം വരുത്താതെ അതേ വിലയ്ക്ക് ഇന്നും കർഷകർക്ക് കൊടുക്കുന്ന ഒരാളാണ്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങോട്ട് വാങ്ങി വെച്ചാൽ ഈ ബൾബിന് ചോട്ടിൽ മാത്രം പിരിക്കും, ആ മൂലത്തെ മുട്ട വിരിയില്ല. നമ്മുടെ മുട്ട അങ്ങനെയില്ല, ആ ഇൻക്യുബേറ്റർ മൂലയ്ക്ക് വെച്ചാലും പിരിക്കും. അത് കാൽവർഷം എന്ന സംഭവം ഉണ്ട്, അത് ചെയ്താൽ മാത്രമേ വിരിയുള്ളൂ. എന്റെ 99 മില്ലുണ്ട്, 200 വെച്ച് 4 മുട്ട 5 മുട്ടയൊക്കെ പോയിട്ടുള്ളൂ. വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ ആളുകൾ കൊടുത്ത് നമ്മൾ വിശ്വാസപ്രകാരം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഈ ടൈല് മുട്ട വെച്ച് കഴിഞ്ഞാൽ ആ ടൈൽ ഇങ്ങനെ ഇറങ്ങിയുള്ളൂ. അപ്പൊ ഇതിന്റെ അടി ചൂട് കിട്ടില്ല. തഞ്ച് വെക്കുക, ജസ്റ്റ് അങ്ങനെ ഉച്ച കൊടുക്കുക. സന്തോഷേട്ടോ. സംഭവം എന്താ, അവര് കുറെ തെർമോക്കോളൊക്കെ ഉണ്ട്. ഈ തെർമോക്കോളിന് എന്ത് സംരംഭം? തെർമോക്കോളം കൊണ്ടാണ് നമുക്ക് സംരംഭം തുടങ്ങുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 1800 രൂപ ചെലവുണ്ടെങ്കിൽ വീട്ടില് ചെറിയൊരു സംരംഭം തുടങ്ങാം. 1800 രൂപ 1800 രൂപ ചെറിയൊരു സംരംഭം തുടങ്ങാം. ഈ 1000 എന്താ തുടങ്ങാൻ പറ്റുന്നത്? നമ്മൾ ഒരു 100 മുട്ട വിരിയിപ്പിക്കാം. ഈ 1800 രൂപയിൽ 100 കോഴിമുട്ട ഒരുമിച്ച് വിരിയിപ്പിക്കാം. അതായത് ഇൻക്യുബേറ്റർ. ഈ ബാക്കി മൊത്തം അടുക്കി വെച്ചിരിക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. കാരണം മൊത്തം ഇൻക്യുബേറ്റർ 100-200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ആണ്. ഇതെല്ലാം ഇത് 200 മുട്ട വയ്ക്കുന്നത്, 100 മുട്ട വയ്ക്കുന്നത്. ഇത് 100 മുട്ട വെക്കുന്നത്, ഇത് 200 മുട്ട വെക്കുന്നത്. തെർമോക്കോൾ ഉണ്ടാക്കണം അല്ലേ? തെർമോക്കോൾ ആയാൽ മാത്രമേ നമുക്ക് ചൂട് നിൽക്കുള്ളൂ. ഒരു ദിവസം കറണ്ട് പോലും വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ തെർമോക്കോൾ ഉപയോഗിക്കുന്നത്. ഈ തെർമോക്കോളില് 200 മുട്ടയല്ല, 200 മുട്ടയുടെ ഈ ഇൻക്യുബേറ്ററിന് എത്ര രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്? ഇത് 2500 രൂപ വില. ഇവിടെ നിന്ന് എടുക്കുന്നത് 2500 രൂപ. നമ്മൾ കൊറിയർ അയക്കുമ്പോൾ 300 ചാർജ്, 2800 ടോട്ടല്. 2800 രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റും. 2800 രൂപയ്ക്ക്. ഇത് ചെയ്യുന്നത് 2 പേരാണ് ചെയ്യുന്നത്. ഞാനിത് സന്തോഷേട്ടനും പിന്നെ സന്തോഷേട്ടന്റെ വൈഫും. ഞങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയതാണ്. എനിക്കായിട്ട് തുടങ്ങിയതാണ്. ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയ ഇൻക്യുബേറ്റർ. എത്ര വർഷം മുമ്പ് തുടങ്ങിയത്? 6 വർഷം മുമ്പ് തുടങ്ങിയാണ്. 6 വർഷം മുമ്പാണ് ഈ സാധനം തുടങ്ങുന്നത്. അതെ. അന്ന് എത്ര രൂപയ്ക്ക് വിറ്റത്? അന്ന് ഞാൻ ഇത് ചരിത്രം പറഞ്ഞ ഒരു സംഭവം. കറണ്ട് പോകാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റം വരാൻ കാരണം പോയത് കൊണ്ട്. അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 80 താറാവ് മുട്ട വാങ്ങിയിട്ട് ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി. അന്ന് ടാപ്പ് ഒന്നും ഒടിച്ചിട്ടില്ല, ഇതൊന്നും ഉണ്ടായില്ല. സിമ്പിൾ തെർമോക്കോൾ മാത്രം ഉണ്ടാക്കിയോ. അപ്പൊ ഞാൻ തരും 80 മുട്ട വെച്ചിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അപ്പൊ ഞാൻ തരുമോ 80 മുട്ട പോയപ്പോൾ ഞാൻ 80 മുട്ട വെച്ചിട്ട് ഒരു ദിവസം കറണ്ട് പോയി. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് കിട്ടും. ചർച്ചയ്ക്ക് കിട്ടപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു സന്തോഷേട്ടാ അത് വിരിയില്ല, കളഞ്ഞേക്ക് പറഞ്ഞു. പിന്നെ ഞാൻ ടോർച്ച് എടുത്ത് നോക്കിയപ്പോൾ ചെറിയ അനക്കങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സംശയം, എനിക്ക് വിരിയാൻ ചാൻസ് ഒരു കുറച്ചൊക്കെ കിട്ടും, പകുതിയും കിട്ടുമെന്ന് എൻ്റെ ധാരണയുണ്ടാവും. എന്തായാലും നോക്കി 28ാമത്തെ ദിവസം എനിക്ക് 76 കുഞ്ഞുങ്ങൾ കിട്ടി. 76 എണ്ണം കിട്ടി. അത് ഞാൻ കറക്റ്റ് ചെറിയൊരു പടുകളൊക്കെ ഉണ്ടാക്കി കൈക്കോട്ടും കൂടി ടാർപ്പായൊക്കെ വെച്ച് അതിൽ വെള്ളമൊക്കെ നിറച്ച് ഞാൻ ചെറിയൊരു വടിയൊക്കെ വെച്ച് താറാക്കൂടുകൾ മേക്കുന്ന അതേ മേക്കുന്ന പോലെ ഞാൻ ഒരു വീഡിയോ ഒക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അത് നമ്മളെന്ത് അറിയോ, നേരെ അതിലൊരു പയ്യൻ വന്നിട്ട് ഈ ഇൻക്യുബേറ്റർ ടാപ്പൊന്നും ഒടിച്ചിട്ടില്ല, 2500 രൂപയ്ക്ക് വേണം തരുമോ ചോദിച്ചു. അത് പുള്ളി പറഞ്ഞ വിലയാണ്. അതെ, 2500. ആ വിലയ്ക്ക് ഇപ്പോഴും 6 വർഷം ഞാൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 6 വർഷം മുമ്പ് ഈ 100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 3200 രൂപ 3300 രൂപ വിലയിലായിരുന്നു. ഇപ്പൊ അവരൊക്കെ മൂലയ്ക്കിരുന്നു. അതെ, നമ്മളും എന്നെ കർഷകർ 6 വർഷമായിട്ടും 1 രൂപ മാറ്റം വരുത്താതെ അതേ വിലയ്ക്ക് ഇന്നും കർഷകർക്ക് കൊടുക്കുന്ന ഒരാളാണ്. ഒരു ലാഭം എനിക്ക് ലാഭം കിട്ടും. എനിക്ക് 350 രൂപ 300 രൂപ ലാഭം കിട്ടും. അതായത് 200 മുട്ടയുടെ ഈ ഒരു സാധനം ഭാര്യ ഭർത്താവിൽ നിന്ന് ഉണ്ടാക്കി കൊറിയർ വിൽക്കുമ്പോ പുള്ളിക്ക് ആകെ കിട്ടുന്ന ചിലപ്പോൾ ഡാമേജ് ആയി നമ്മൾ റിട്ടേൺ വേറെ കൊടുക്കും. അതൊക്കെ നോക്കില്ല. അതൊക്കെ ഇത് തൊഴിൽ ബിസിനസ്സിലൊക്കെ പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സഹിക്കുകയാണ്. അപ്പൊ നമ്മൾ 100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററിനകത്ത് ഇതിന്റെ 100 മുട്ട വെക്കുന്നല്ലേ, ഇതെങ്ങനെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പല ആളുകൾ സംശയങ്ങളുണ്ടാവും. തുറക്ക് ബൾബിട്. ആദ്യം പേപ്പർ വിരിക്കണം. ഇത് മുകളിൽ ന്യൂസ് പേപ്പർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിരിയുമ്പോൾ ബ്ലഡ് ആവും. അപ്പൊ ഈ ഒരു പ്രാവശ്യം വിരിഞ്ഞു കഴിഞ്ഞാൽ ഇൻക്യുബേറ്റർ കളയാൻ പാടില്ല. നമ്മൾ ഇനി അടുത്ത ഈ ബ്ലഡ് ആയി കഴിഞ്ഞാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് മാറ്റിയ വൃത്തിയായി പേപ്പറോ തുണി വിരിക്കുക. എന്നാൽ ഇതേപോലത്തെ ഒരു പാത്രം വെള്ളം 1 ലിറ്റർ ഹ്യൂമിഡിറ്റി എന്ന് പറയും. അത് നമുക്ക് ഈർപ്പം വേണം. കോഴിക്കും ഈർപ്പമുണ്ട്. ആ ഈർപ്പത്തിനായിട്ട് നമ്മൾ ഒരു ലിറ്ററിന് 1 ലിറ്റർ മിറവാട്ട് കുപ്പി 1/4 ഭാഗം കട്ട് ചെയ്യാം. ഒരു വലിയ അരി കട്ട് ചെയ്യാം. കറക്റ്റ് ഫാനിന്റെ തൊട്ട് താഴെ വെള്ളം വെച്ചു. വെള്ളം വെച്ചു. നമ്മള് മുട്ട അങ്ങനെ നിരത്തി വെച്ചു. ഇതാ നോക്കി മുട്ടക്കി. അപ്പൊ ഈ മൂലിക്ക് വെച്ചാലും പിരിയും, അങ്ങനെ വെച്ചാലും പിരിയും. അതാണ് നമ്മുടെ ഇൻക്യുബേറ്റർ പ്രത്യേകത. കാര്യം ചില ആളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഫാന്റെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഇൻക്യുബേറ്റർ വാങ്ങി വെച്ചാൽ ഈ ബൾബിന് ചോട്ടിൽ മാത്രം പിരിക്കും, ആ മൂലത്തെ മുട്ട പിരിയില്ല. നമ്മുടെ മുട്ട അങ്ങനെയില്ല. ആ ഇൻക്യുബേറ്റർ മൂലിക്ക് വെച്ചാലും പിരിയും. അത് കാൽവർഷം എന്ന സംഭവം ഉണ്ട്, അത് ചെയ്താൽ മാത്രമേ അത് പിരിയുള്ളൂ. അപ്പൊ നമ്മൾ ഫ്ലഗ് കുത്തിയില്ലേ, ഓണാക്കി. ഇതൊന്നും കത്തിയില്ല, ഓണാണ്. ബൾബിൽ ഫ്ലഗ് വിട്ട് ഏത് കത്തിയില്ല. ഇത് 12 വാട്ട് അഡാപ്റ്റർ ആണ്. ഈ അഡാപ്റ്റർ കുത്തിയത് മാത്രം വർക്കുള്ളൂ.
വർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ഈ സെൻസർ ഉണ്ടല്ലോ, ഈ സെൻസർ വേണമെങ്കിൽ ഇതങ്ങനെ കെട്ടിട്ട് കൊടുക്കും. എന്താ കാര്യം ഹൈറ്റ് ഇതിപ്പോ നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഈ സെൻസർ വേണ്ടി പുറത്തേക്ക് കഴിഞ്ഞാൽ അവിടെ ബൾബ് കത്തിക്കൊണ്ടേയിരിക്കാൻ ചെയ്യാം. ഇതിപ്പോ ഇങ്ങനെ ഇട്ടു അറിയാണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ബൾബ് കത്തിക്കൊണ്ടേയിരിക്കും. ഈ മീറ്റർ അങ്ങനെ തന്നെ നിൽക്കും. അതിനോട് ബൾബ് വയ്ക്കും. അപ്പൊ മുട്ടയൊക്കെ ചൂടായി പോകും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് ഉള്ളിക്കിടുക. അതൊക്കെ അപ്പൊ ഇനി വരില്ല. ആയില്ലേ? അപ്പൊ നമ്മള് ആയില്ലേ, ഈ ഫാനിന്റെ നേരെ തൊട്ട് താഴെ 18 ദിവസം വരെയും 1 ലിറ്ററിന്റെ കുപ്പിയും 18ാമത്തെ ദിവസം നമുക്ക് കുറച്ച് വട്ടം കൂടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 18 ദിവസം കഴിയുമ്പോൾ 18 ദിവസം വരയ്ക്ക് നമുക്ക് 75 ഡിഗ്രി ഹ്യൂമിഡിറ്റി ആവശ്യം. 75% ഹ്യൂമിഡിറ്റി ആവശ്യം. 18ാമത്തെ ദിവസം ഹാച്ചിങ് ആണ്. ഈ ഹാച്ചിങ് സമയത്ത് എന്താ അറിയോ, നമുക്ക് 85 ഡിഗ്രി വേണം. 85% സോറി 85% ഈർപ്പം വേണം. ഹ്യൂമിഡിറ്റി എന്ന് പറയും, അത് വേണം. അപ്പൊ നമ്മൾ അറിയോ, ഈ 1 ലിറ്റർ കുപ്പിയുടെ വട്ടത്തിനേക്കാൾ സകലം കൂട്ടി വയ്ക്കുക. ഒരു 2.5 ലിറ്റർ പെപ്സി കുപ്പിയിലെ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. അതായത് ഇത് മാറ്റും. 18ാമത്തെ ദിവസം ഇത് മാറ്റും. വ്യക്തമായി മനസ്സിലായിരിക്കും. ഇത് മാറ്റും. 18ാം ദിവസം ഇത് മാറ്റിയിട്ട് ഇതിനെ കളിച്ച് വാവട്ടം ഒന്നുമില്ല. 2.5 ലിറ്റർ പെപ്സി കുപ്പി അവിടെ ഉണ്ടാകാം. 2 ലിറ്ററിന്റെ പെപ്സി കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അതിന്റെ അകത്ത് വെള്ളം നിറച്ച് വെക്കണം അല്ലേ? ഇതാണ് വ്യത്യാസം. അപ്പൊ കുറച്ച് വാവട്ടം കിട്ടും. ഇത് 18ാം ദിവസം മാറ്റണം, അത്രേ ഉള്ളൂ. അത് മാറ്റി അത് വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പൊ മുട്ടയൊക്കെ നല്ല ചൂടായിരിക്കും സമയം. അപ്പൊ ഇതായിരിക്കും ഈ 18 ദിവസം മുട്ട നല്ല ചൂടായിരിക്കും. അപ്പൊ വെള്ളം വയ്ക്കും, കുറച്ച് ഈർപ്പം കിട്ടും. അപ്പൊ ഉള്ള കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വിരിഞ്ഞു കിട്ടും. അതാണ് നമ്മൾ 85% വിരിയെന്ന് പറയുന്നത്. എന്റെ 99 വിരിയുണ്ട്. 200 വെച്ച് 4 മുട്ട 5 മുട്ടയൊക്കെ പോയിട്ടുള്ളൂ. വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതൊക്കെ ആളുകൾ കൊടുത്ത് വിശ്വാസപ്രകാരം മാത്രം ഞാൻ ചെയ്യുള്ളൂ. ഒറിജിനൽ വീഡിയോ 200 മുട്ട വെച്ചിട്ട് 4 മുട്ട 5 മുട്ട പോയ വീഡിയോ ഞാൻ അയച്ചു കൊടുത്ത ശേഷമാണ് ഞാൻ കച്ചവടം ചെയ്യുന്നുള്ളൂ. 6 വർഷം കൊണ്ട് ഒരുപാട് അനുഭവസ്ഥരുള്ള ഒരു സംരംഭമാണ് ഈ സന്തോഷേട്ടന്റെ ഈ രമണി ചേച്ചിയുടെയും ഈ സംരംഭം. കാരണം ഇതിനകത്ത് ഇവർക്ക് കാപട്യങ്ങളൊന്നുമില്ല. ടു ബി ഫ്രാങ്ക് പറയുകയാണ്, ഞങ്ങൾക്ക് 300-350 രൂപ കിട്ടും ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് സെയിം റേറ്റ് കൊടുക്കുന്ന സാധനം. വേറൊരു കാര്യം പറയും, ചിലർ എനിക്ക് കമന്റ് വരും, ഒരു ഇൻക്യുബേറ്റർ മേടിക്കാൻ 250 രൂപ ഉണ്ടെങ്കിൽ 300 രൂപ ഉണ്ടെങ്കിൽ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ സാധനത്തിന്റെ വില 250 രൂപ വിലയാണ്. ഇതിന് 250 വിലയുണ്ട്. ഈ അഡാപ്റ്റർ വിലയുണ്ട്. ഈ ബോക്സ് ഉണ്ടാക്കാൻ, ടാപ്പ് ഉണ്ടാക്കാൻ, ഓർഡർ വയർ അത് പറയും 300 രൂപ ഉണ്ടെങ്കിൽ 500 രൂപ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വാങ്ങിച്ചെടുക്കാം. അതെ, ഞാൻ കൊടുത്തോളാം അല്ലേ? അതെ, ഇത് വെറുതെ ഒന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 500 രൂപ ഉണ്ടെങ്കിൽ ഒരു 600 രൂപ ഉണ്ടെങ്കിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നില്ല. ഇനി മുട്ട തിരിക്കുന്ന കാണിച്ചു തരാം. ഇതിപ്പോ ബൾബ് ഓഫായി, അതിന്റെ ചൂട് ഓട്ടോമാറ്റിക് ഓഫായി. മുട്ട അങ്ങനെ 5 വരല് വെക്കുക. 5 വരല് വെക്കുക. ജസ്റ്റ് അങ്ങനെ ഉച്ച കൊടുക്കുക. ഓട്ടോമാറ്റിക് ഓണായി. ചൂട് അനുസരിച്ച് ചെയ്യുമ്പോ ഇതാണ് ഇങ്ങനെ തിരിച്ചു കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ തിരിച്ചു നോക്കേണ്ടത് ഒന്ന് അനങ്ങി കിട്ടിയാൽ മതി. ഒന്ന് അനങ്ങി കിട്ടിയാൽ മാത്രം മതി. അത് എത്ര ദിവസം കൂടെ ചെയ്യേണ്ടത്? അത് കാലത്തും വൈകുന്നേരം 2 നേരം ചെയ്യണം. നമ്മൾ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട്. അതെന്തറിയോ, ഇതിനകത്ത് മുട്ട വെച്ചു. അത് സത്യവസ്ഥ കൂടി ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനത്തെ ട്രൈ വെച്ചിട്ടാണ് മുട്ട വെക്കുന്നത്. ഈ ട്രൈയിൽ മുട്ട വെച്ച് കഴിഞ്ഞാൽ ആ ട്രൈ ഇങ്ങനെ അനങ്ങുള്ളൂ. അപ്പൊ ഇതിന്റെ അടി ചൂട് കിട്ടില്ല. അപ്പൊ ഈ വിരിയുന്ന കുഞ്ഞുങ്ങൾ എന്താ പറയുക, കയ്യും കാലും വികലങ്ങായിരിക്കും. ഇതായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓട്ടോമാറ്റിക്കലി ഇൻക്യുബേറ്റർ 10-20 നമുക്ക് ഇത് ട്രെയിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ രൂപം മാറ്റാം. ഒരാളെ തെറിയാക്കാനോ ഇത് നമുക്ക് ആവില്ല. ഇത് എത്ര മുട്ട വിരിയും എത്ര മുട്ട വിരിയില്ല നമുക്ക് 5 ദിവസം പറയും. അത് ഞാൻ കാണിച്ചു. നമ്മൾ മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു, ലൈറ്റ് ഒക്കെ ഓഫ് ആക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് അറിയാൻ വേണ്ടി പറയും. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി രാത്രി വൈകുന്നേരം ചെയ്താൽ മതി. നമ്മളൊരു മുട്ട എടുത്തു. ഇതൊരു മുട്ട എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇത് രാത്രി ആകുമ്പോൾ ഇത് മുട്ടയില്ലേ, ഇത് നമുക്ക് 5 ദിവസം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടെങ്കിൽ അത് വിരിയില്ല. ഇതേപോലെ ഉണ്ടെങ്കിൽ വിരിയത്തില്ല. കാരണം ഇതിന്റെ ഒരു ഇതും വരുന്നില്ല, പൂവല്ലാത്ത മുട്ടയാവും. ഇതിനകത്ത് ഡോട്ടും നരമ്പും കാണാം. ഇങ്ങനെ നരമ്പ് കാണാം. ഡോട്ടും നരമ്പും ഇതിന്റെ ഉണ്ടാവും. അത് വിരിയും. അതാണ് ഇതിന്റെ ടെക്നിക്. അതറിയാം. അത് മാത്രം അത് പക്ഷികളെല്ലാം മുട്ടയിടും. അത് എത്ര ദിവസം അറിയാൻ പറ്റും? 5 ദിവസം പറയും. ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാണിച്ചത് മുട്ടയാണ്. ഇത് വിരിയാത്ത മുട്ടയാണ്. അപ്പൊ ഞാൻ ഇത് വിരിയുന്ന മുട്ടയ്ക്കാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഡോട്ടും നരമ്പും കണ്ടെങ്കിൽ അത് വിരിയും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ സന്തോഷേട്ടന്റെ നമ്പറാണ് ഈ താഴത്ത് എഴുതി കാണിക്കുന്ന നമ്പർ. സന്തോഷേട്ടന്റെ പുറകെ നിൽക്കുന്ന രമണി ചേച്ചിയുടെ സംരംഭമാണ്. ഇവർക്ക് ആകെയുള്ളൊരു സ്റ്റാഫാണ് ഇതാണ് ആ സ്റ്റാഫ്. ഇവര് 3 പേരും കൂടിയാണ് ഇത് ചെയ്യുന്നത്, വേറെ സ്റ്റാഫ് ഒന്നുമില്ല. അതുകൊണ്ട് 1 വർഷം ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് മാറ്റിത്തരും. കൊറിയർ ഡാമേജ് ആയാലും എന്നെ വിളിച്ചാൽ മതി. ആ സ്പോട്ടിൽ ഞാൻ മാറ്റി കൊടുക്കും. അപ്പൊ വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.